ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. ഇന്ന് നമ്മൾ അവർ ഹാപ്പി ഫേസിലൊരു പെർഫ്യൂം റിവ്യൂ അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് ഒരു കണ്ടൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വൺ ഓഫ് ദി ഫേമസ് അല്ലെങ്കിൽ വൺ ഓഫ് ദി പോപ്പുലർ എന്നോ വൺ ഓഫ് ദി അവാർഡ് വിന്നിങ് പെർഫ്യൂം എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള അൽ മാജിദ് ഔദിൻ്റെ നൊയർ എന്ന പെർഫ്യൂമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. നിങ്ങളൊരു അറബിക് പെർഫ്യൂം ലവറാണോ, അതോ നിങ്ങൾക്ക് അറബിക് സ്മെല്ല് ഇഷ്ടമാണോ? ഈ ഔദ് ബേസ്ഡ് അല്ലെങ്കിൽ ഈ ഒരു ബുഹൂർ ബേസ്ഡ് അങ്ങനത്തെയൊക്കെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വൺ ഓഫ് ദി മസ്റ്റ് എന്നും പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ പെർഫ്യൂമാണിത്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ലവ് ദി സ്മെൽ, യു വിൽ റിയലി ലവ് ദി സ്മെൽ. അങ്ങനെ തന്നെ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരേ ഒരു പെർഫ്യൂമാണ് അൽ മാജിദ് ഔദിൻ്റെ നോയർ. അൽ മാജിദ് ഔദ് ഇറ്റ്സ് ഫ്രം സൗദി അറേബ്യ. സൗദി ഈസ് ഫേമസ് ഫോർ അറാബ്സിൻ്റെ സ്മെല്ലാണ് ഇതിൽ നമുക്ക് എല്ലാവർക്കും ക്യാച്ച് ആവുന്നത്. നമ്മൾ എവിടെ പോയാലും ഏതൊരു മോളിൽ പോയാലും നമ്മൾ നോക്കുക, ഒരു അറബി പോയി കഴിഞ്ഞാൽ ഒരു സ്മെല്ല് കിട്ടും. ആ ഒരു ഔദ് ബുഹൂർ ആ ഒരു കാറ്റഗറി സ്മെല്ല് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുമ്പോൾ വി വിൽ ഫീൽ ഇറ്റ്സ് എ റിച്ച് ആയിട്ടാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് പെർഫ്യൂംസാണ് അൽ മാജിദ് ഔദിൻ്റെ വരുന്നത്. അതിൽ ബെസ്റ്റ് സെല്ലറാണ് നോയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ കറൻ്റ്ലി ഡിസ്കൗണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 300 ദിർഹത്തോളാണ് റിയൽ പ്രൈസ് വരുന്നത്. ഡിസ്കൗണ്ട് 50% വരുമ്പോൾ ഒരു 150 ആസ്പാസ് വരുന്ന ഒരു റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് സെല്ലർ പെർഫ്യൂമാണിത്. അതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇത് ആക്ച്വലി 2024 ഇവർക്ക് പെർഫ്യൂംസിൽ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. അവാർഡ് കിട്ടുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് പെർഫ്യൂംസിൻ്റെ അവാർഡ് കിട്ടുന്നത് ഒരിക്കലും അതിൻ്റെ പ്രൊജക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കല്ല കിട്ടുന്നത്. ആ ഒരു ഫ്രാഗ്രൻസ്, ഒരു യുണീക്ക് ഫ്രാഗ്രൻസ്, ആ ഒരു യുണീക്ക് ഫ്രാഗ്രൻസിന് അവാർഡ് കിട്ടിയിട്ട് അത്രയും പോപ്പുലറായിട്ട് അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സെല്ലർ പെർഫ്യൂമാണിത്. ആ ഒരു നോട്ടുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു അപ്പിയറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായിരിക്കും ബെസ്റ്റ്. നമുക്ക് 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബോക്സ് കാണുന്നത്. ഒരു ബ്ലാക്ക് ഹാർഡ് ബോക്സാണ് വരുന്നത്. നല്ല ഹാർഡ് കാർഡ്ബോർഡോ സംതിങ് എന്ന് പറയാം. ഇതിൻ്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കമ്പനിയുടെ അൽ മാജിദ് ഔദ് ആൻഡ് സൗദി അറേബ്യ. സൗദി മെയ്ഡെന്ന് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ എംബ്ലം കാണാം. എപ്പോഴും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ജെനുവിൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഏതൊരു ക്ലാസിക് ആയാലും ഏതൊരു റിയൽ ഫീല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ജെനുവിൻ പ്രൊഡക്റ്റ് മേടിക്കുക. ജെനുവിൻ മീൻസ് നമ്മൾ ഡയറക്റ്റ് ഫ്രം ദി ഷോറൂം മേടിക്കാൻ ശ്രമിക്കാം. ഷോറൂമിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈൻ കാര്യങ്ങൾ മേടിക്കുമ്പോൾ ദർ ഈസ് എ ലോട്ട് ഓഫ് ഫേക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പ്രൊഡക്ട്സിൻ്റെ. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു പെർഫ്യൂം മേടിക്കുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ ഒറിജിനൽ ഷോറൂമിൽ പോയി മേടിക്കുക. ചിലപ്പോൾ ഒരു 10 ദിർഹമോ 20 ദിർഹമോ വ്യത്യാസം വന്നേക്കാം, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ആ കൊടുക്കുന്ന വാല്യൂവിന്, ആ മണിക്ക് വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഐ ജസ്റ്റ് ഓൾവേസ് സജസ്റ്റ് യു ടു ഗോ ടു ദി ഷോറൂം ആൻഡ് ഗെറ്റ് ദി പെർഫ്യൂം. സോ ഇതാണ് അതിൻ്റെ ബോക്സ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ ഇവിടെ നമുക്കിങ്ങനെ ഒരു കാർഡ്ബോർഡ് ഹെവി ഹാർഡ് ബോക്സാണ്. ഫുൾ ബ്ലാക്കിൽ ഒരു വൈറ്റ് റൈറ്റിങ്ങിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് കമ്മിങ് 150 ml. നമുക്ക് യൂഷ്വലി ഒരു 60, 70, 100 ml വരെയുള്ള പെർഫ്യൂംസാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വാല്യൂ, ഈ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് 150 ml ഓഫ് പെർഫ്യൂം. സോ ഇറ്റ് ഈസ് മച്ച് മോർ ഇനഫ്. നമുക്ക് ഓൾമോസ്റ്റ് 6 months ഒക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന 150 ml ക്വാണ്ടിറ്റി ഉള്ള ഈ ഒരു പെർഫ്യൂം നമ്മൾ മേടിച്ചാൽ നിങ്ങൾ ആരും ഖേദിക്കില്ല, ഫോർ ഷുവർ. നിങ്ങളൊരു അറബ് നാട്ടിലുള്ള ഒരാളാണ്, അല്ല നിങ്ങൾക്ക് അറബിക് സ്മെല്ല് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് ഗോ ഫോർ നോയർ. യു വിൽ നോട്ട് റിഗ്രറ്റ്. സോ ഇത് നമ്മളിത് അൺബോക്സ് ചെയ്യുന്നു. ഇതിവിടെ നമുക്കൊരു ലാച്ച് വന്നിട്ട് ഇതിങ്ങനെ ഹാഫേ തുറക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഹാഫ് പോർഷനിൽ നമുക്കിതിങ്ങനെ തുറന്ന് ഇങ്ങനെ കാണാവുന്നതാണ്. ഇതിൻ്റെ പാക്കേജ് കാണാം. ഈ ഒരു കേസിൽ ഇവിടെ നല്ല ഡെപ്തിൽ കട്ട് ചെയ്തിട്ട് ഇരിക്കുന്ന നമ്മുടെ ബോട്ടിൽ ഇവിടെ കാണാം. ഈ പ്രസൻറ്റേഷന് തന്നെ കൊടുക്കണം അവർക്ക് പൈസ. ഈ ഒരു പ്രസൻറ്റേഷന് തന്നെ ഇതിൻ്റെ ഫുൾ ഈ ഒരു 300 ദിർഹം കൊടുത്താലും നമുക്ക് നഷ്ടം തോന്നില്ല. പിന്നെ ഇവിടെ അവരതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് നോയർ. പിന്നെ തൊട്ട് താഴെ അവരൊരു സിഗ്നേച്ചർ നോയർ ഒറിജിനൽ സിഗ്നേച്ചർ പെർഫ്യൂംസ് എന്നാവും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സോ ഇവിടെ ബോട്ടിൽ വെച്ചിരിക്കുന്നു. നമ്മളിത് ഈ ബോട്ടിൽ ഇത് നമ്മൾ മെല്ലെ വി ആർ ടേക്കിംഗ് ഇറ്റ് ഔട്ട്.
ഞാൻ പറഞ്ഞില്ല ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് ആ ഒരു ബോട്ടിലിൻ്റെ സ്പേസ്. ഇതാണ് നമ്മുടെ ബോട്ടിൽ വരുന്നത്. ബോട്ടിലിൻ്റെ ഫിനിഷ് നിങ്ങൾക്ക് കാണാം എത്രമാത്രം ക്ലാരിറ്റിയും സ്റ്റാൻഡേർഡും ആ ഒരു പ്രീമിയം ക്വാളിറ്റി കൊടുക്കാനായിട്ട് അവരെന്തൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കിതിൽ ക്ലിയർലി ഒരു ബോട്ടിൽ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ആ ഒരു വെയിറ്റ് ആയാലും അതിൻ്റെ ഒരു ക്വാളിറ്റി ആയാലും എല്ലാം നമുക്ക് ഫീൽ ചെയ്യും. ഈ ബേസിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു റിങ് കണ്ടോ, ഐ തിങ്ക് ഇതും എൻഗ്രേവ്ഡ് ആണ്. ഈ ഒരു ബേസിൽ വന്നിരിക്കുന്ന ഒരു റിങ്, പിന്നെ അതിൻ്റെ താഴത്തെ ഫിനിഷ് എല്ലാം സംതിങ് വെൻ യു ഹോൾഡ് ദിസ് പെർഫ്യൂം യു വിൽ ഫീൽ ഇറ്റ്സ് ദി പ്രീമിയം വൺ. എക്സാക്ട്ലി യു വിൽ ഫീൽ ഇറ്റ്. പിന്നെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ നെക്കിൽ വരുന്നത് തന്നെ ഇവിടെ ഒരു റബ്ബർ ഫിനിഷ് ഉണ്ട്. ഒരു റബ്ബർ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ തന്നെ ടോപ്പിൽ അവർ മാജിദ് അലോദിൻ്റെ എക്സാക്ട്ലി അൽ മാജിദോദിൻ്റെ എംബ്ലം ഇവിടെ എക്സാക്ട്ലി പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഒരു പ്രീമിയം ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട്, നമ്മൾ ആരും ഡ്യൂപ്ലിക്കേറ്റ്സിൽ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു നമ്മൾ ഡയറക്റ്റ് ഷോറൂമിൽ നിന്ന് മേടിക്കുക. സി ബാക്ക് സൈഡ് ഓഫ് ദി സെയിം ബോട്ടിൽ യു ക്യാൻ സീ 1956 ഇയർ വെൻ അൽ മാജിദ് ഓദ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയാം. അത് അവരുടെ ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് എ സൗദി ബേസ്ഡ് പെർഫ്യൂം. എനിക്ക് പെർഫ്യൂം സൗദി ബേസ്ഡ് ആണെന്ന് ഇത്ര അറിയാൻ കാരണം ഞാൻ ആദ്യം സൗദിയിലായിരുന്നു. അവിടെ ഞാൻ ഫസ്റ്റ് ജോലി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വരുന്ന നേരത്തെ എൻ്റെ അറബിക് ഫ്രണ്ടിൽ എൻ്റെ ബോസ്, അതായത് എൻ്റെ സൂപ്പർവൈസറായിരുന്നു, എൻ്റെ എൻജിനീയർ ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബ്രാൻഡാണ് അൽ മാജിദ് ഓദ്. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് അറബ്സിൻ്റെ ഇടയിൽ പ്രീമിയം ക്വാളിറ്റിയിലിരിക്കുന്ന ഒരു പെർഫ്യൂമാണ്. അന്ന് എനിക്ക് ആ ഒരു ബോട്ടിൽ തന്ന ഐ സ്റ്റിൽ റിമെമ്പർ ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ അറബ്സിൻ്റെ ഇടയിൽ ഫേമസ് കാറ്റഗറിയാണ് ഈ അൽ മാജിദ് ഓദ്. ഇനി നമ്മൾ തന്നെ ഇവനെ ഓപ്പൺ ചെയ്യുന്നു. ഇറ്റ്സ് എ സിമ്പിൾ റൗണ്ട് ഷേപ്ഡ് ടോപ്പ് എന്നോ സംതിങ് എന്ന് പറയാം. ഇത് ഇങ്ങനെ സ്മെല്ല് കിട്ടുമ്പോൾ നമുക്ക് അത്ര ആയിട്ട് കിട്ടില്ല, ബട്ട് സി ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നല്ലോണം ട്രൈ ചെയ്തിട്ട് മേടിച്ചിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഞാൻ ആക്ച്വലി അവരുടെ ഷോറൂമിൽ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ ട്രൈ ചെയ്ത് നമ്മുടെ ബോഡിയിൽ അടിച്ച് തന്നിട്ട് ഞാൻ 2 ദിവസം ഇത് വെയിറ്റ് ചെയ്തു. നമ്മളിത് അടിച്ചിട്ട് കഴിഞ്ഞാൽ പ്രൊജക്ഷൻ അല്ല, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് ഫീൽ വരും. നമുക്കൊരു പെർഫ്യൂം അടിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ട, കോംപ്ലിമെൻറ്റ്സ് കിട്ടണം. ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഇവരെ എന്തായാലും ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ അവിടുന്ന് അടിച്ചതിന് ശേഷം പിറ്റത്തെ ദിവസം രാവിലെ ഇതേ സെയിം ഷർട്ട് ഞാൻ യൂസ് ചെയ്തു. അത് അടിച്ച ഷർട്ട് ഞാൻ സെയിം യൂസ് ചെയ്തു. സ്റ്റിൽ ദ ഫ്രാഗ്രൻസ് ഈസ് അത് ഒരു ഹൈ പഞ്ച് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു ഗുഡ് ഫീൽ. എല്ലാ പെർഫ്യൂമും നമ്മൾ അടിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺ ആവും, ബട്ട് ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഫോർ അതേഴ്സ്. ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക്. എന്തായാലും ഇത് അടിച്ച് പുറത്തേക്ക് വേണമെങ്കിൽ 1-2 കോംപ്ലിമെൻറ്റ്സ് മസ്റ്റായിട്ടും കിട്ടും. ഞാനിത് അടിച്ചപ്പോൾ ഉള്ള ഒരു ഇത് പറഞ്ഞില്ലേ, കണ്ട നല്ല ക്വാണ്ടിറ്റി തന്നെ പ്രൊജക്ഷൻ വരുന്നുണ്ട്. ഇതിൽ എനിക്ക് കിട്ടുന്ന ഒരു നോട്ട്, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ബേസ് നോട്ടുണ്ട്, ലെതറിൻ്റെ ഒരു നോട്ടുണ്ട്. ആ ലെതർ വന്നു കഴിഞ്ഞാൽ അതൊരു ക്ലാസ്സാണ്. ആ ഒരു ലെതർ ക്ലാസിക് നോട്ട് ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ലെതർ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു റാസ്ബെറി എന്ന് പറയാം, റാസ്ബെറിയിൽ ഒരു ഫ്രൂട്ട് പഞ്ച് അല്ല കേട്ടോ, അതൊരു റാസ്ബെറി റേഞ്ച് കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്കൊരു ബുഹൂർ കിട്ടുന്നുണ്ട്. ബുഹൂർ എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് നേരെ ഊതും വരും. അപ്പോൾ ആ ഒരു പിന്നെ ഒരു കുന്തിരിക്കുണ്ടല്ലോ, കുന്തിരിക്കത്തിൻ്റെ ഒരു സ്മെല്ലും കൂടി വരുമ്പോൾ ഒരു അറബിക് ടച്ച് എന്ന് തന്നെ പറയാം. ഇത് നമ്മൾ ഇനീഷ്യലി അടിച്ച വാശം ഈ എല്ലാം 3-4 നോട്ട്സ് നമുക്ക് പ്രൊജക്ഷൻ കിട്ടും. ഇനി ഇത് മൈൽഡായി ഡൗൺ ആയി വരുമ്പോൾ ഒരു ലാസ്റ്റിംഗ് ക്ലാസിക് പെർഫ്യൂമിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് ആയിട്ടാണ് നമ്മുടെ ഒരു സ്മെല്ല് വന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ അടിക്കുന്ന ക്ലോത്തിനും നമ്മൾ ഡയറക്റ്റ് ബോഡിയിൽ അടിക്കുമ്പോൾ ആ ഒരു കാറ്റഗറി അത് നമുക്കിങ്ങനെ പ്രൊജക്ഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വരും. ഐ ലവ് ദി സ്മെൽ. ഞാൻ ഇപ്പോഴും തന്നെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഈ ലെതറിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയുമെന്ന് അറിയുന്നവർ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ലെതർ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റിച്ച് സ്മെല്ലാണ്. നമ്മൾ ഊത് മാത്രമല്ല, ഊതിനേക്കാളും കുറച്ചും കൂടി ഒരു ക്ലാസിക്കോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റിച്ച് സ്മെല്ല് വരുന്നത് എപ്പോഴും ലെതറാണ്. ആ ലെതറും ഊതും ആ ഒരു റാസ്ബെറിയും ആ ഒരു കുന്തിരിക്കും അതൊക്കെ കൂടിയിട്ട് വരുമ്പോൾ ഉള്ള ഒരു സ്മെല്ല് ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ.
നിങ്ങളൊരു അറബ് സ്മെല്ല് അല്ലെങ്കിൽ ഊദ് സ്മെല്ല് ലവറാണ്, ഒരു അറബിക് ടച്ച് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ദിസ് ഇസ് ദ മസ്റ്റ് ട്രൈ പെർഫ്യൂം. ആക്ച്വലി ഇപ്പോൾ ഇവരുടെ മെയിൻ സ്റ്റോറിലൊക്കെ ഇവർക്ക് 50% ഡിസ്കൗണ്ട് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ യു ഹാവ് ടു പേ ഓൾമോസ്റ്റ് 300 ദിർഹം. ഇപ്പോൾ നമുക്കിത് ഹാഫ് പ്രൈസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് മേടിക്കാൻ പോയപ്പോഴും സ്റ്റോറിൽ മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാവരും മേടിച്ച് പോകുന്നത് നൂറാണ്. വേറെ ഒരു ഡൗട്ടും ഇല്ല. അവിടെ ചെല്ലുന്നത് ഡയറക്റ്റ്ലി ദേ ആർ ആസ്കിങ് ഫോർ ദ സെയിം ബ്രാൻഡ് ഓൺലി. അപ്പോൾ അത്രമാത്രം എനിക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ക്ലൈമറ്റിൽ അത്ര ഈസി ആയിട്ട് നമുക്ക് ലാസ്റ്റിങ് കിട്ടും എന്ന് ഉറപ്പ് പലരും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നാട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഞാൻ നാട്ടിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നു. യു എയിലാണെങ്കിൽ ചെറിയ തണുപ്പ് ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ബെസ്റ്റാണ്. എനിക്ക് ആ ഒരു സ്മെൽ ഇഷ്ടപ്പെട്ടു. ഒത്തിരി ഹൈ പിച്ചില്ല, നമുക്ക് ഹെഡ് ഏക്ക് വരുന്നൊരു കാറ്റഗറിയേ അല്ല. അതുകൊണ്ട് ഞാനിത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതും ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ് ഇനഫ് ഫോർ മീ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ ഒത്തിരി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. ഈ ബെസ്റ്റ് നോയിർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പെർഫ്യൂമിൻ്റെ എന്നാലാകുന്ന ഒരു റിവ്യൂ ഞാൻ തന്നു എന്ന് പറയുന്നു. അൽ മാജിദ് ഓദിൻ്റെ നോയിറിനെ കുറിച്ചാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പറഞ്ഞത്. ഇതിൻ്റെ ഹൗ ദ പ്രസൻറ്റേഷൻ ഈസ്, ഹൗ ദ ബോക്സിങ് ഈസ്, ഹൗ ദ സ്മെൽ ഈസ്, ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറ്റുന്ന രീതിയിൽ പെർഫ്യൂംസ് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.